ഇവൻ പോയല്ലോ അൽഹംദുലില്ലാ. ഇത്ര എങ്ങനെ പറയുക? അങ്ങനല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഭാര്യയോട് ചോദിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവളോടല്ലേ ചോദിക്കണ്ടേ? നമ്മുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ സ്വഭാവം അറിയാം. നമ്മുടെ രഹസ്യവും നമ്മുടെ പരസ്യവുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാര്യയ്ക്കാണ് അറിയാൻ കഴിയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പ്രവാചകന്റെ ജനാസ കൊണ്ടുപോയി അവിടുന്ന് മുത്തുനബിയുടെ റൗളാ ഷരീഫിൽ കൊണ്ടുപോയി കബറടക്കി. ആ കബറടക്കം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിച്ചു, മുത്തുനബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് അവിടുന്ന് വഫാത്തായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. കാന ഖുലുഖുഹു ഖുർആൻ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അതാണ് ഏറ്റവും വലിയ ഒരു സർട്ടിഫിക്കറ്റ്. സ്വന്തം ഭാര്യ ഭർത്താവിനെ കുറിച്ച് അവിടുന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഭാര്യയാണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. പ്രവാചകൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് വന്നിരിക്കുകയാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ നേതാവ് അവിടുന്ന് ചോദിക്കുന്നു, യാ ആയിഷ ഹൽ തറലൈനി. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, ആയിഷ, എന്നോടൊപ്പമുള്ള ജീവിതം എങ്ങനെയുണ്ട് ആയിഷ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാ, എങ്ങനുണ്ട് എൻ്റെ കൂടെയുള്ള ഈ കുടുംബജീവിതം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നെല്ലാവരും വീട്ടിൽ കടന്നു ചെന്നിട്ട് നമ്മുടെ ഭാര്യയോട് ചോദിക്കണം. ഭാര്യ പറയുന്ന മറുപടി എന്താണെന്ന് ചോദിക്കാതെ തന്നെ നമുക്കറിയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അറിയില്ലേ? ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഭാര്യയോട് നമ്മൾ ചോദിക്കുകയാ, കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി, 10 കൊല്ലമായി, 15 കൊല്ലമായി, എങ്ങനെയുണ്ട് ആയിഷ നമ്മുടെ ജീവിതം? എങ്ങനെയുണ്ട് ആമിന? എന്നോടൊപ്പമുള്ളപ്പോൾ ജീവിതം സന്തോഷമാണോ അതോ ടെൻഷനാണോ അതോ വെറുതെ പോയ എന്താ ചോദിക്കണമല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ആയിഷ, എൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് തൃപ്തിയാണോ? എങ്ങനെയുണ്ട് എൻ്റെ ജീവിതം? സന്തോഷത്തിലാണോ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും അവിടുന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം ഖുർആനായിരുന്നു എന്ന് പറയുമ്പോൾ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ 12ാമത്തെ ദിനം കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു പാഠമാണല്ലോ, അവിടുന്നൊരു മാതൃകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാം. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ അല്ലാഹുവിൻ്റെ പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്തൊരു സന്തോഷമാണ് നബിയേ, അങ്ങയോട് കൂടെയുള്ള ഈ ജീവിതമുണ്ടല്ലോ, അല്ലാഹുവേ വല്ലാത്ത സന്തോഷമാണെന്ന് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാര്, ഓരോ വാപ്പമാര് പഠിക്കണം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, ഏറ്റവും ഖൈറായ പിതാവാരെന്നറിയുമോ? മനുഷ്യന്മാരിൽ ഏറ്റവും ഖൈറായ പിതാവാരാണ്? ഏറ്റവും ഖൈറായ ഭർത്താവ്
ഭർത്താവ് ആരാണ്? പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാതാതാ ഏറ്റവും ഹൈറായ പിതാവ് ആരെന്നറിയുമോ? മക്കൾ ആഗ്രഹിക്കണം, പടച്ചവനെ എൻ്റെ വാപ്പ എപ്പോഴും എൻ്റെ വീടിൻ്റെ അകത്തുണ്ടാകണം. വാപ്പ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പടച്ചവനെ വാപ്പ വന്നാ മതിയായിരുന്നു. ഭാര്യ ആഗ്രഹിക്കുകയാണ്, എൻ്റെ ഭർത്താവ് വന്നിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു, എൻ്റെ ഭർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഇരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അങ്ങനെ ഭാര്യയും മക്കളും പറയുന്ന മനുഷ്യനാണ്, ഭാര്യ പറയുന്ന മനുഷ്യനാണ് ഏറ്റവും നല്ല ഭർത്താവ്. മക്കൾ വാപ്പാനെ കാണാനും കൂടെ ഇരിക്കാനും വാപ്പയുടെ സ്നേഹം എപ്പോഴും വേണമെന്ന് മക്കൾ ആഗ്രഹിക്കുന്ന വാപ്പയുണ്ടല്ലോ, ആ വാപ്പയാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല വാപ്പയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏറ്റവും നല്ല ഭർത്താവാരാ? ഭാര്യ ആഗ്രഹിക്കണം, എൻ്റെ ഭർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തുപോയ ടെൻഷൻ, വിഷമം വരുന്നതുവരെ സമാധാനമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയാ. പടച്ചവനെ വാപ്പ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, വാപ്പയുടെ സ്നേഹം കിട്ടണം എന്ന് മക്കൾ ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഒരു നല്ല വാപ്പയുടെ അടയാളം. അങ്ങനെ മക്കളെങ്ങനെ ചിന്തിക്കണം. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നേരെ എതിരാണ് ചിന്തിക്കുന്നതെങ്കിൽ അവൻ ഷർറായ വാപ്പയാണെന്ന്, ഷർറായ ഭർത്താവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നമ്മൾ ഈ കൂട്ടത്തിൽ ഏതിലാ പെടുക? പടച്ചവനെ, നമ്മുടെ മക്കൾ ആഗ്രഹിക്കോ വാപ്പ ഒന്ന് പോയാൽ മതിയായിരുന്നു ഇവിടെ നിന്നിറങ്ങി. ഭാര്യ ആഗ്രഹിക്കുന്ന ഭർത്താവ് വരാൻ സമയമായി, ടെൻഷനാണ്, ബേജാറാണ് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചില ഗുണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചില ഗുണങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരികയാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത മയമുള്ള സ്വഭാവമായിരുന്നു. പ്രവാചകന്റെ സ്വഭാവം വല്ലാത്ത മയമുള്ളതാണ്. പ്രവാചകൻ എവിടുന്ന് ദേഷ്യപ്പെടാറില്ല. പ്രവാചകന് പടച്ചവനെ തൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളിൽ ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാർക്ക് ചെലവിന് പോലും കൊടുക്കാത്ത, മക്കൾക്ക് ചിലവിന് പോലും കൊടുക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട്. പിശുക്കന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട്. പടച്ചവനെ തന്റെ കുടുംബക്കാർക്ക് കൊടുക്കുന്നതിന് പോലും കണക്ക് പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അയ്യു നഫഖത്തു അഫ്ളലു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിൽ ഏറ്റവും കൂടുതൽ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന അമലേതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ? പള്ളി കെട്ടിക്കൊടുത്താൽ കിട്ടുന്ന അതാണോ? പറ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതാ? പള്ളി കെട്ടിക്കൊടുക്കലാണോ? പറ, പള്ളി കെട്ടിക്കൊടുക്കലാണോ? ആണോ? യതീമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണോ? നിങ്ങൾ പറ, അതാണോ? ഇല്ല. നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നീ മേടിച്ചു കൊടുത്ത ഭക്ഷണം, നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ, അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദക്കയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ? നീ നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്ത, ഒരു സാരി വാങ്ങിക്കൊടുത്ത, ഒരു പർദ്ദ വാങ്ങിക്കൊടുത്ത, ഒരു കിലോ അരി വാങ്ങിക്കൊടുത്ത, അല്പം മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊടുത്ത, ഈ വാങ്ങിക്കൊടുത്തത് അള്ളാന്റെ മുന്നിലെ ഏറ്റവും വലിയ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കണക്ക് പറയുന്നവരാണ് നമ്മളിൽ പലരും.
സ്വന്തം കുടുംബത്തിന് പോലും കൊടുക്കാത്തവരുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാത്തവർ, ഭക്ഷണം വാങ്ങി കൊടുക്കാത്തവർ, മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ,